രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 8ാമത്തെ ദശകം 3ാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കുന്നത്. 77ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയുമാണ് 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ ശ്രീമതി രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതിയുടെ ക്ലാസ്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നു ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ കൊല്ലത്തുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ എല്ലാ നിങ്ങൾക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999 എന്ന നമ്പറുണ്ട്. അതിലേക്ക് വാട്സപ്പും കൂടാണ്. അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീത നോക്കണം. പ്ലേലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളതും നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ, അവിടുത്തെ വഴിപാട്, അവിടെ എങ്ങനെ എത്തിച്ചേരണം, ഇതെല്ലാം നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേൾക്കണം. കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ പ്രത്യേകമായിട്ട് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ കേൾക്കുക. പിന്നെ ഷോർട്ട് വീഡിയോസ് എന്ന ഹെഡിങ്ങിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രാധിക കവചൻ 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ രാധാ സഹസ്രനാമമുണ്ട്. അത് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഉണ്ട്. കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
രാധേ ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഇന്ന് നമ്മുടെ നാരായണീയം നമുക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയയാണ്. നിങ്ങൾക്കറിയാം രാധികാ കവചം, ആ 2 രാധികാ കവചവും രാധാ സഹസ്രനാമവും ഒക്കെ പാടാൻ ഭാഗ്യം ലഭിച്ച രാധാറാണിക്ക് പ്രിയപ്പെട്ട കൃഷ്ണപ്രിയയാണ് ഇത് പാടി നിങ്ങൾക്ക് ഇടുന്നത്. രാധേ രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ടതാണ് കൃഷ്ണപ്രിയ എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പം എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഒട്ടനടി കൃഷ്ണപ്രിയ ഒരു മടിയും കൂടാതെ ചെയ്തു തരും. അപ്പോൾ ആ കൃഷ്ണപ്രിയ അതിമനോഹരമായിട്ട് ഇത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. अस्मादृशां पुनरहर्मुखकृत्यतुल्यां सृष्टिं करोत्यनुदिनं स भवल्प्रसादाल् प्राग्ब्राह्मकल्पजनुषां च परायुषां तु सुप्तप्रबोधनसमास्ति तदापि सृष्टि. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. അതൊരു അസാധാരണമായ വീഡിയോ ആണ്. നിങ്ങളത് നിശ്ചയമായും കേൾക്കണം. പിന്നെ രാധാ സഹസ്രനാമം 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം നമ്മൾ ഇപ്പോൾ പാടി പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ ഇട്ട് കഴിഞ്ഞു. 2ാമത്തെ രാധാ സഹസ്രനാമം ഉണ്ട്. അത് ഉടനടി തന്നെ രാധേ രാധേ ചാനലിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത്പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി കഥാപി സൃഷ്ടി. അസ്മാദൃശാം അർത്ഥം എഴുതിക്കോ, നമ്മെ പോലെയുള്ള. പുനരഹർമുഖ അർത്ഥം പിന്നെ പ്രഭാതത്തിൽ. കൃത്യതുല്യം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തുല്യമായ. സൃഷ്ടിം കരോത്യനുദിനം എല്ലാ ദിവസവും സൃഷ്ടി നടത്തുന്നു. ഭവത് പ്രസാദാത് ഭഗവാന്റെ പ്രസാദം കൊണ്ട്. പ്രാഗ് ആദ്യത്തെ, ബ്രാഹ്മകൽപജനൂഷാം പ്രാഗ് ആദ്യത്തെ. അടുത്തത് ബ്രാഹ്മകൽപജനൂഷാം ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവനായ. കൽപ്പത്തെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ജനിച്ചവനായ. പരായുഷാം തു അർദ്ധം ചിരഞ്ജീവികൾക്ക്. സുക്തി ഉറങ്ങിയ. പ്രബോധന എന്ന് പറഞ്ഞാൽ ഉണർന്നവൻ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റവൻ എന്നാണ് അർത്ഥം. ഉറങ്ങി എഴുന്നേറ്റവൻ. സമാതുല്യം തഥാ അപ്പോൾ. അതിസൃഷ്ടി സൃഷ്ടി ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്ലോകങ്ങളിൽ പട്ടതിരിപ്പാട് പറഞ്ഞ ആ ബ്രഹ്മാവ് വീണ്ടും എല്ലാ ദിവസവും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രസാദത്താൽ നമ്മെ പോലെയുള്ള ജനങ്ങൾ ചെയ്യുന്ന പ്രഭാത കൃത്യങ്ങൾ പോലെ എന്തു ചെയ്യുന്നു? നമ്മെ പോലെ ഉള്ളവരെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മുൻപ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ ചിരഞ്ജീവികളാകട്ടെ അവർക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ തോന്നലാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതായത് നമ്മളൊക്കെ രാവിലെ പ്രഭാതത്തിലെ കാര്യങ്ങൾ എത്ര എളുപ്പത്തിൽ ചെയ്യുന്നുവോ അതുപോലെയാണ് ബ്രഹ്മാവ് നമ്മളെപ്പോലെയുള്ള മനുഷ്യരെയും മറ്റും സൃഷ്ടിക്കുന്നത്. എന്നാൽ ഒരിക്കലും മരിക്കില്ല എന്ന് വരം നേടിയവരാണ് ചിരഞ്ജീവികൾ.
അവർക്കാകട്ടെ ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുമല്ലോ, ഉറങ്ങിയിട്ട് ഉറക്കമുണർന്നത് പോലെയാണ് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഓരോ വരിയായിട്ടെടുത്ത് പരിശോധിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. അസ്മാദൃശാം പുനരഹർമുഖ കൃത്യതുല്യം. അസ്മാദൃശാം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളെ പോലെയുള്ള, അസ്മാദൃശാം നമ്മളെ പോലെയുള്ള, പുനരഹർമുഖ പിന്നെ പ്രഭാതത്തിൽ, കൃത്യതുല്യം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തുല്യമായി. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച സാക്ഷാൽ ബ്രഹ്മാവ് ഓരോ ദിവസവും സൃഷ്ടികർമ്മം ചെയ്യുന്നത് വളരെ അനായാസമായിട്ടാണ്. യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലാതാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കുക അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുക, പക്ഷി മൃഗാദികളെ സൃഷ്ടിക്കുക, നദികൾ, മരങ്ങൾ, വനങ്ങൾ, ഇതിനെയൊക്കെ സൃഷ്ടിക്കുക ഇതൊരു വലിയ സംഭവമായിട്ടാണ് ആർക്ക് തോന്നുന്നത്? നമുക്ക്. പക്ഷേ വളരെ നിസ്സാരമായിട്ടാണ് ബ്രഹ്മാവ് ഇതൊക്കെ ചെയ്യുന്നത്. ഏതുപോലെ നമ്മളൊക്കെ രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ നമ്മൾ പ്രഭാതങ്ങളിൽ ഓരോ കൃത്യങ്ങൾ ചെയ്യുമല്ലോ. അതായത് നേരം ഇരുട്ടുന്നതിന് മുമ്പ് പകൽ സമയത്ത് നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പല്ല് തേക്കുന്നു, അതൊന്നും വലിയ ആയാസമല്ലല്ലോ. നമ്മൾ കുളിക്കുന്നു, നമ്മൾ വിളക്ക് കത്തിക്കുന്നു, നമ്മൾ നാമം ചൊല്ലുന്നു, നമ്മൾ കാർ ഓടിക്കുന്നു, അല്ലെങ്കിൽ സ്കൂട്ടി ഓടിക്കുന്നു, സ്ത്രീകൾ പാചകം ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ അനായാസമായിട്ടാണ് അല്ലേ? നമ്മൾ കാർ ഓടിക്കുന്നത് എന്തോ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണോ? സ്ത്രീകൾ ഒരു ചായ ഇടുന്നത് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണോ? അപ്പോൾ ഒരു സ്ത്രീ ഒരു ചായ ഇടുന്ന ലാഘവത്തോടെ, നമ്മൾ കാർ ഓടിക്കുന്ന ലാഘവത്തോടെ, അതേ ലാഘവത്തോടെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത്. നമുക്കൊരു ചായ ഇടാൻ അധിക സമയം വേണ്ട, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ബ്രഹ്മാവിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും പ്രപഞ്ചത്തിലെ മനുഷ്യരെയും പക്ഷികളെയും മൃഗങ്ങളെയും പർവ്വതങ്ങളെയും നദികളെയും ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മൾ ചായ ഇടുന്നത് പോലെ അത്ര നിസാരമായി, അത്ര എളുപ്പത്തിലാണെന്നാണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കടക്കാം. എന്താണ്? സൃഷ്ടിം കരോത്യനുദിനം സഭവതം പ്രസാദാത്. സൃഷ്ടിം കരോത്യനുദിനം, എല്ലാ ദിവസവും സൃഷ്ടി നടത്തുന്നു. ഭവത് പ്രസാദാത്, ഭഗവാന്റെ പ്രസാദം കൊണ്ട് ബ്രഹ്മാവ് എല്ലാ ദിവസവും സൃഷ്ടി നടത്തുന്നു. അതായത് ഒന്നാമത്തെ വരിയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു, പർവ്വതങ്ങളെയും നദികളെയും മനുഷ്യരെയുമൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് നമ്മളൊരു ചായ ഇടുന്ന ലാഘവത്തോടെ, നമ്മളൊരു കാർ ഓടിക്കുന്ന ലാഘവത്തോടെയാണെന്ന്. അപ്പം നിങ്ങൾ അത്ഭുതപ്പെടും, അതെങ്ങനെ പറ്റും? ബ്രഹ്മാവിന് നമ്മളൊരു ചായ ഇടുന്ന അത്രയും എളുപ്പത്തിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചായ ഇടാൻ എടുക്കുന്ന സമയം എടുക്കത്തില്ല ബ്രഹ്മാവ് പർവ്വതങ്ങളെയും നദികളെയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിക്കാൻ. അപ്പം നമ്മൾ വിചാരിക്കും അതെങ്ങനെ പറ്റും? ഇത്രയും പ്രയാസമേറിയ ഒരു കാര്യം പ്രപഞ്ചം സൃഷ്ടിക്കുക എന്ത് പ്രയാസമാണ്? അതിന് നമ്മൾ ചായ ഇടുന്ന സമയം മതിയോ? അത്രയും എളുപ്പത്തിലാണോ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭട്ടതിരിപ്പാട് പറയുന്നു, അത് നടക്കും. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്നറിയാമോ? ബ്രഹ്മാവ് അനായാസമായി സൃഷ്ടികർമ്മം നടത്തുന്നതിൻ്റെ കാരണം ഭവത് പ്രസാദാത്. അതാണ് കാരണം. ഭവത് പ്രസാദാത്, ഭഗവാന്റെ പ്രസാദം കൊണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രസാദം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാരുണ്യം, അതുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്താ നടക്കാത്തത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പന്റെ പ്രസാദം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചായ ഇടുന്ന അതിനേക്കാൾ എളുപ്പത്തിൽ ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തുന്നത്, മനുഷ്യരെയും പക്ഷികളെയും നദികളെയും പർവ്വതങ്ങളെയും ഒക്കെ
സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ കഠിനമെന്ന് തോന്നുന്നത് നമുക്ക് വളരെ നിസാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പതിപ്പാണ് നമ്മളെ ശബരിമലയിൽ പോകുമ്പം പറയത്തില്ലേ, നീലിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ. അതേ, കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ. കരിമലയൊക്കെ കയറുന്നത് എന്ത് കഠിനമാണ് അയ്യപ്പ. പക്ഷേ ആ അയ്യപ്പ വിളിയിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അതികഠിനമായ കരിമലയൊക്കെ എന്ത് ചെയ്യുന്നു? പുല്ലുപോലെ അങ്ങ് കയറിപ്പോന്നു. അതേപോലെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് പുല്ലുപോലെ ബ്രഹ്മാവ് ബ്രഹ്മസൃഷ്ടി, ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താണ് മൂന്നാമത്തെ വരി? പ്രാഗ് ബ്രാഹ്മ കൽപ്പ ജനൂഷാം ച പരായുഷാം തു. പ്രാഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, മുമ്പിലുള്ള. ബ്രാഹ്മകൽപ്പ ജനൂഷാം, ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവനായ. പരായുഷാം തു, ചിരഞ്ജീവികൾക്ക്. അതായത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം പൂർത്തിയായി കഴിയുന്നതോടുകൂടി പിന്നെ ബ്രഹ്മാവ് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തെയാണ് പ്രളയം എന്ന് പറയുന്നത്. നമുക്കതൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരു പ്രളയം കഴിഞ്ഞ് അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും ഉണർന്നു. അപ്പോൾ ബ്രഹ്മാവിന് എങ്ങനെ സൃഷ്ടി നടത്തണമെന്നറിയില്ല. അപ്പം ഭഗവാനെ തപസ് ചെയ്തു, ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും ഒന്നേന്ന് സൃഷ്ടി നടത്തി. ഇത്രയുമാകുമ്പോൾ സാധാരണ പ്രേക്ഷകർക്കൊരു സംശയം വരും, അല്ല ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതിന്, അതായത് പുതിയ സൃഷ്ടി, ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുമ്പോൾ സൃഷ്ടിച്ചത് മുഴുവനും ബ്രഹ്മാവിൽ ലയിക്കുന്നു, ഇതിനെ പ്രളയമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ചിലരോട് നിങ്ങൾ ചിരഞ്ജീവികളാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ചിരഞ്ജീവികൾ എങ്ങനെയാണ് മരിക്കുന്നത്, എങ്ങനെയാണ് ഇല്ലാതാകുന്നത് പ്രളയത്തിൽ? ഭഗവാൻ പറയുന്നത് നിങ്ങൾ ചിരഞ്ജീവികളാകട്ടെ. നമ്മുടെ മാർക്കണ്ഡേയനൊക്കെ അങ്ങനല്ലേ, എന്നും കുന്നും 16 വയസ്സ്, അതായത് ഒരിക്കലും അവർക്ക് മരണമില്ല. അപ്പൊ ഭഗവാൻ ആരോടെങ്കിലും നിങ്ങൾക്കൊരിക്കലും മരണമില്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാകണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മാവ് ഒരു പകല് മുഴുവൻ സൃഷ്ടി നടത്തി രാത്രി ഉറങ്ങാൻ പോകും. ആ ഉറങ്ങാൻ പോകുമ്പോൾ ഈ സൃഷ്ടിച്ചതെല്ലാം ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവ് ഭഗവാനിലേക്കും, അതോടെ പ്രപഞ്ചം മൊത്തം ഇല്ലാതാകും. ഇതിനെ പ്രളയമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞ ആശീർവദിച്ച ആര് ചിരഞ്ജീവികളും കൂടെ മരിക്കത്തില്ലേ? അപ്പോൾ പിന്നെ ഭഗവാന്റെ വാക്ക് അസത്യമാകത്തില്ലേ? ചിരഞ്ജീവികളോട് നിങ്ങൾക്ക് ഒരിക്കലും മരണമില്ല എന്ന് പറയുന്നു, പക്ഷേ പ്രളയത്തിൽ എല്ലാം ഇല്ലാതാകുന്നു. അപ്പൊ ചിരഞ്ജീവികളും ഇല്ലാതാകുന്നില്ലേ? ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഭഗവാന്റെ വാക്ക് അസത്യമാകുമോ ഇല്ലയോ? ചിരഞ്ജീവികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അതാണ് 4ാമത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് കടക്കാം. അതല്പം പ്രധാനപ്പെട്ട വരിയാണ്. സുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. സുപ്ത അർത്ഥം ഉറങ്ങിയ, പ്രബോധന ഉറങ്ങി എഴുന്നേൽക്കുന്നവൻ, സമ അതിന് തുല്യമായിട്ട്, തഥാ അപ്പോൾ, അഭിസൃഷ്ടി സൃഷ്ടി ഉണ്ടാകുന്നു. അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറഞ്ഞതനുസരിച്ച് ബ്രഹ്മാവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൃഷ്ടി നടത്തും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകല് നമ്മുടെ എത്ര ചതുർയുഗമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൃഷ്ടി നടത്തും. രാത്രിയാകുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകും. ആ ഉറങ്ങുന്ന അവസരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകലരും ബ്രഹ്മാവിൽ ലയിക്കും. ബ്രഹ്മാവാകട്ടെ എന്തു ചെയ്യുന്നു? ഭഗവാനിൽ ലയിക്കുന്നു. പിന്നെ ഭൂമിയിലെ വർഷക്കണക്കിന് എന്താണ്? ബ്രഹ്മാവ് നിദ്രയിലാണ്. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് നിദ്രയിൽ നിന്ന് ഉണരും. ഉണർന്നു കഴിഞ്ഞിട്ട് വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടി നടത്തും. അപ്പോൾ ഒരു പകലെന്ന് പറഞ്ഞാൽ എത്ര ചതുർയുഗം എന്നൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതി പ്രത്യേകം കണക്ക് സഹിതം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ലക്ഷക്കണക്കിന് വർഷങ്ങളാണത്. മനസ്സിലായോ? അപ്പോൾ ബ്രഹ്മാവ് രണ്ടാമതും സൃഷ്ടി നടത്തും. അങ്ങനെ സൃഷ്ടി നടത്തുമ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ്, ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ ഭൂമിയിലെ ഞാനും നിങ്ങളും എല്ലാം ഇല്ലാതാകും.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചു പോകും. സകലതും ഇതെല്ലാം അങ്ങ് എവിടെ പോകും? ബ്രഹ്മാവിയിലേക്കും. അതിനെയാണ് നമ്മൾ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ലക്ഷക്കണക്കിന് വർഷം, ഭൂമിയിലെ ലക്ഷക്കണക്കിന് വർഷം ബ്രഹ്മാവ് ഉറങ്ങും. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് ഉണർന്നിട്ട് വീണ്ടും സൃഷ്ടി നടത്തും. അങ്ങനെ സൃഷ്ടി നടത്തുന്നിടത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ സൃഷ്ടി നടത്തുമ്പോൾ പ്രപഞ്ചഘടനയ്ക്ക് ഒരിക്കലും മാറ്റം വരില്ല. പ്രപഞ്ചഘടന അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങൾ ഈ കാണുന്ന കടൽ നിൽക്കുന്ന സ്ഥലത്ത് കടൽ, പർവ്വതം നിൽക്കുന്നിടത്ത് പർവ്വതം. ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ, കടല്, പർവ്വതം, പൂന്തോട്ടം, ഈ പൂക്കൾ, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയ്ക്ക് യാതൊരു മാറ്റവും വരുത്തില്ല. പക്ഷേ ജനിക്കുന്ന നമുക്ക് മാറ്റം ഉണ്ടാകും. അതാണ് പ്രശ്നം. നിങ്ങളുടെ കർമ്മവാസന അനുസരിച്ചായിരിക്കും അടുത്ത ജന്മം നിങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളെല്ലാം കൂടി ഇരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നത്? ഉറങ്ങാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഞാനും നിങ്ങളും മരിക്കും. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് ഉണർന്നു കഴിയുമ്പോൾ എന്നെ വീണ്ടും സൃഷ്ടിക്കും. പക്ഷെ ഒരു പ്രശ്നം, മനുഷ്യനായ ഞാൻ അടുത്ത ജന്മം മനുഷ്യനായി തന്നെ ജനിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ടും കണ്ണി കാണുന്നവരുടെത്തൊക്കെ പാമ്പിനെ പോലെ ചീറ്റിയാൽ അടുത്ത ജന്മം പാമ്പ്. മുൻകോപികൾ മിക്കവാറും പാമ്പായിട്ടാണ് അടുത്ത ജന്മം ജനിക്കുന്നതെന്ന് നല്ലതുപോലെ ഓർമ്മ വേണം. മനസ്സിലായില്ലേ? ചുമ്മാതെ എന്തിനും ഏതിനും ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് അടുത്ത ജന്മം നായ്ക്കളുടെ ജന്മമായിരിക്കും. ചിലർക്ക് ചെടികളുടെ ജന്മം. വലിയ പാപം ചെയ്യുന്നവർക്കാണ് ഈ ചെടികളൊക്കെ. കാരണം നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. മഴയും വെയിലും എല്ലാം കൊള്ളും. പിന്നെ ചെടികൾ മറ്റുള്ളവർക്ക് തണൽ നൽകുന്നു. കാരണം ഈ ചെടി ജീവിച്ചിരുന്നപ്പോൾ ആർക്കും തണൽ കൊടുത്തില്ല. അതിൻ്റെ പ്രായച്ചിത്തമായിട്ട് ഈ ചെടി ആളുകൾക്ക് തണലും കൊടുത്തു, ആളുകൾക്ക് ഫലങ്ങളും കൊടുത്തു. എന്നാൽ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എന്ന നിലയിൽ മഴയും വെയിലും എല്ലാം കൊണ്ടങ്ങനെ നിൽക്കും. പിന്നെ വള്ളിയായി, അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ഒക്കെ ജനിക്കുന്നത് പുഴുവായി, ചിലപ്പോൾ പൂമ്പാറ്റയായി, ചിലപ്പം മനുഷ്യനായി. ഈ ജന്മത്തെ ബ്രാഹ്മണൻ ചിലപ്പോൾ അടുത്ത ജന്മത്തെ ശൂദ്രനാകും. ഈ ജന്മത്തെ ശൂദ്രൻ ചിലപ്പോൾ അടുത്ത ജന്മം ആരാകും? ബ്രാഹ്മണനാകും. അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചാണ് നിങ്ങൾക്ക് ജന്മം കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുമ്പം മറ്റുള്ളവരടുത്ത് കോപം കൊണ്ട് ചീറ്റുന്നവൻ നിശ്ചയമായും പാമ്പും. ചുമ്മാ ആരുടെ നേർക്കും ഇങ്ങനെ കുരച്ച് നിൽക്കുന്ന കക്ഷികളുണ്ട്. എന്ത് പറഞ്ഞാലും കയറി തർക്കിക്കുന്ന കക്ഷികൾ. ഇവരാണ് നായ്ക്കളായി ജനിക്കുന്നത്. ഒരാൾ ശൂദ്രനായി ജനിച്ചു. വളരെ ശൂദ്രനായി ജനിച്ചു കഴിഞ്ഞിട്ട് അയാളാകട്ടെ ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല. അയാൾക്ക് എല്ലാവരോടും സ്നേഹമാണ്. അയാളെ ആര് കുറ്റപ്പെടുത്തിയാലും അയാൾ കരുണാമയനാണ്. അയാൾക്കൊരു പരാതിയില്ല, പരിഭവമില്ല. ആ ശൂദ്രൻ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചു. ഒരുത്തൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. നമ്മൾ കണ്ടിട്ടുണ്ട് ചില അമ്പലത്തിൽ ചെന്നാൽ ശാന്തിമാരുടെ ദേഷ്യം. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മളെടുത്തും ഭഗവാന്റെ ഭക്തന്മാരെടുത്തൊക്കെ അങ്ങോട്ട് നീങ്ങലും ഇങ്ങോട്ട് നീങ്ങലും ഇവിടെ നീക്കുന്നു എന്നും പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ബ്രാഹ്മണൻ അടുത്ത ജന്മം ശൂദ്രനായി ജനിക്കാം. മനസ്സിലായില്ലേ? നിങ്ങളൊരു മുതലാളിയാണ്. നിങ്ങളുടെ ഡ്രൈവറെ ഇരുട്ട വെളുക്ക വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മം ഡ്രൈവർ മുതലാളിയാകും, നിങ്ങൾ ഡ്രൈവറുമാകും. ഇങ്ങനെ നിങ്ങളുടെ കർമ്മവാസനയ്ക്കനുസരിച്ചാണ് നിങ്ങൾക്ക് ജന്മം കിട്ടുന്നത്. അതുകൊണ്ട് രാധേ രാധേ ചാനൽ കാണുന്നവരെ അടുത്ത ജന്മം, ചിലർ അടുത്ത ജന്മം പിന്നെ എനിക്കൊന്നും മോക്ഷമാണെന്നാണ് പറയുന്നത്. കാരണം ഞാൻ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മന്ത്രം ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് മോക്ഷമാണ്. അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടിയിട്ട് വേണ്ടേ മോക്ഷം? ഭഗവാൻ നോക്കുന്നത് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതും മന്ത്രം ചെയ്യുന്നതും ഒന്നുമല്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫോൺ വിളിച്ച് ചൂടാകുന്ന കക്ഷികളുണ്ട്. അമ്പലത്തിൻ്റെ ക്യൂ നിൽക്കുമ്പം തന്നെ പറയില്ല, അവൾ ഞാൻ പൂട്ടിയിട്ട് ഇറങ്ങുമ്പം നോക്കുന്നു കേട്ടാ, അവൾക്ക് അവിടെ ഒരുത്തനുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പം ഇതൊക്കെ പോയി കണ്ടിട്ട് ഭഗവാന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടണമെന്നെങ്കിലും ആഗ്രഹിക്കുക. അതിനു വേണ്ടി മനുഷ്യനെ പോലെ പെരുമാറുക. എന്താണ് മനുഷ്യനെ പോലെ പെരുമാറുക? മനുഷ്യത്വം. എന്താണ് മനുഷ്യത്വം? മറ്റുള്ളവരോട് സ്നേഹം, മറ്റുള്ളവരോട് കരുണ, ആരോടും കോപിക്കാതിരിക്കുക, എല്ലാവരോടും ഒരു പുഞ്ചിരിയിൽ അങ്ങനെ നിൽക്കുക. ഇതിനെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ
നമുക്കൊരിക്കലും മുജ്ജന്മത്തെക്കുറിച്ച് ഓർമ്മ വരുന്നില്ല. മനസ്സിലേ? ഞാനിപ്പം ഇവിടെ എന്താണ്, ബ്രഹ്മാവിൻ്റെ നിദ്രാസമയം ഞാൻ മരിക്കുന്നു. എൻ്റെ കർമ്മത്തിനനുസരിച്ച് അടുത്ത ജന്മം ഞാൻ ആരാകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞ ജന്മത്ത് ഞാൻ ദിലീപായിരുന്നു എന്ന ചിന്ത എനിക്ക് വരില്ല. പിന്നെയോ ഞാൻ ഈ ജന്മം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. അത് നല്ല കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെ, മോശം കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെ. അപ്പോൾ ബ്രഹ്മാവ് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് സൃഷ്ടി നടത്തുമ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നവൻ എങ്ങനെയൊക്കെ കർമ്മം ചെയ്തോ അതിനനുസരിച്ച് ജന്മം കൊടുക്കും. അവന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ പാമ്പാക്കും, പട്ടിയാക്കും, പൂച്ചയാക്കും. പട്ടി ചിലപ്പോൾ ബ്രാഹ്മണനായി ജനിക്കും. അറിയാമോ? ഞാനിവിടെ കണ്ടിട്ടുള്ളതാണ്. കൊല്ലത്ത് ശാരദാമഠം എന്ന് പറഞ്ഞ ഒരു സരസ്വതി ക്ഷേത്രത്തിൽ ഒരു നായുണ്ട്. അത് എപ്പോഴും അവിടെ കിടക്കുന്നത് കാണാം. മറ്റ് നായ്ക്കളെ പോലെയല്ല, ആരോ ആ നായ്ക്കൊരു കുറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ചെന്നാൽ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, വാലുവാട്ടി നിൽക്കത്തതേ ഉള്ളൂ എന്ന് മാത്രവുമല്ല, പുറത്ത് മറ്റ് നായ്ക്കൾ കടിപിടി കൂടുന്നതിലെന്നും ഇവൻ പോകത്തില്ല. നിശ്ചയമാണ്. ഇതിവൻ പട്ടി കഴിഞ്ഞ ജന്മത്തെ ഏതോ ബ്രാഹ്മണനായിരുന്നു, കയ്യിലിരിപ്പ് കൊണ്ട് പട്ടിയായി ജനിച്ചതാ. എങ്കിലും മുജ്ജന്മം പുണ്യം ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ കിടക്കുക. അടുത്ത ജന്മം ഇവൻ വീണ്ടും ഒന്ന് ബ്രാഹ്മണനായിക്കൊള്ളും. പട്ടി ബ്രാഹ്മണനാകാം, ബ്രാഹ്മണൻ പട്ടിയുമാകാം. അത് ഓരോ ബ്രാഹ്മണനും ഓർത്തിരുന്നാൽ നല്ലത്. അല്ലാതെ ഞാൻ ഉയർന്ന ജാതി എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയല്ല വേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് പട്ടിയോ പാമ്പോ അല്ലെങ്കിൽ ശൂദ്രനോ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ചക്രവർത്തിയോ ഒക്കെ ആയിട്ട് നമ്മളെ ജനിപ്പിക്കും. പക്ഷേ നമുക്ക് കഴിഞ്ഞ ജന്മം ഓർമ്മ വരില്ല. ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട്. ഞാൻ കഴിഞ്ഞത് നിർത്തിയത് അങ്ങനെയാണ്. അവരെ ചിരഞ്ജീവികളെന്ന് പറയുന്നു. ഈ ചിരഞ്ജീവികൾ, അപ്പം നമ്മൾ പറഞ്ഞില്ലേ ചിരഞ്ജീവികൾക്ക് മരണമില്ല എന്നൊരു വരം കൊടുത്തിട്ടുണ്ട്. അപ്പം നൈമിത്തിക പ്രളയത്തിൽ അവരും ബ്രഹ്മാവിനകത്ത് ലയിക്കും. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അവരും മരിക്കും. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കും. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഈ ചിരഞ്ജീവികളെ പുനഃസൃഷ്ടിക്കും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ചിരഞ്ജീവികൾ അവരുടെ യഥാർത്ഥ രൂപത്തിലാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പം ഞാൻ ചിരഞ്ജീവിയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവ് നിദ്രയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ മരിക്കുന്നു. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുമ്പോൾ ബ്രഹ്മാവ് എന്നെ സൃഷ്ടിക്കും. എങ്ങനെ? എൻ്റെ ഇതേ രൂപത്തിൽ എന്ന് മാത്രവുമല്ല, എൻ്റെ പേരും ദിലീപ്, മാറ്റമില്ല. ഈ സമയത്ത് എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം, ഇപ്പം ഞാൻ രാധാഭക്തൻ, അന്നും രാധാഭക്തൻ എന്ന് മനസ്സിലായില്ലേ? അപ്പം എൻ്റെ രൂപവും സ്വഭാവവും അറിവും എല്ലാം മുൻപത്തെ പോലെ തന്നെ ആയിരിക്കും എന്ന് മാത്രവുമല്ല, ചിരഞ്ജീവികൾക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചിരഞ്ജീവികൾക്ക് ഈ ബ്രഹ്മാവ് രണ്ടാമത് സൃഷ്ടിക്കുമ്പോൾ അവർ മരിച്ചിട്ട് ജനിക്കുന്നതായി തോന്നുന്നില്ല. നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നവരെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അവർ പെരുമാറുന്നത്. അവരെണീറ്റ് നോക്കുമ്പം അവരുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ട്. അതേ പേരിൽ അതേ കണക്ക് നിപ്പുണ്ട്. അതാണ് ആരെന്ന് പറയുന്നത്? ചിരഞ്ജീവികളുടെ ജനനമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇതായത് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ മുമ്പലത്തേതിൻ്റെ തുടർച്ചയാണ് ജീവിതമെന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞത് ഓർമ്മകളിലുണ്ടല്ലേ. അപ്പം നിങ്ങൾ നാളെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം ഉറങ്ങുകയായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എണീറ്റേതെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ കാരണം എന്താ? ഇന്നലെയും മെനിഞ്ഞാന്നും നടന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മരിച്ചിട്ട് ജനിക്കുമ്പോൾ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ഓർമ്മയില്ലാത്തത് കൊണ്ട് നമ്മൾ ആരായി മാറുന്നു? പുതിയ സൃഷ്ടിയായി മാറുന്നു. ചിരഞ്ജീവികളാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് അവരെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവർക്ക് കഴിഞ്ഞത് മൊത്തം ഓർമ്മ വരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചെന്ന് പോലും ഫീലില്ല. നല്ല ഒരു ഉറക്കം. അവർ പറയും ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചിരഞ്ജീവികൾ ചെയ്യും. മാർക്കണ്ഡേയനൊക്കെ ചിരഞ്ജീവിയാണ്. ഈ ചിരഞ്ജീവികളുടെ സൃഷ്ടി
മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലല്ല ചിരഞ്ജീവികളെ സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിയെ വിസൃഷ്ടി എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് പ്രപഞ്ചത്തിൻ്റെ ഘടന, രണ്ടാമത് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നിങ്ങളും ഞാനുമൊക്കെ ഭഗവാനെ ധ്യാനിച്ച് 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 ചിരഞ്ജീവികളാകട്ടെ. അതെങ്ങനെ ആകാമെന്നുള്ളത് ഷോർട്ട് വീഡിയോസ് വരുന്നത് എൻ്റെത് കണ്ടാൽ മതി. അതിലൂടെ ഞാൻ പറഞ്ഞേക്കും. അതും നിങ്ങൾ കാണുക. ഭഗവാനേ ശ്രീകൃഷ്ണ, അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ക്ലാദിനീ ശക്തിയായ രാധാറാണിയുടെ തൃപ്പാദങ്ങളിലും സമർപ്പിച്ചിരിക്കുന്നു. രാധേ രാധേ ചാനലിലെ ആൾക്കാർക്ക് മോക്ഷം നൽകണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ചിരഞ്ജീവികളാക്കണേ പൊന്നു ഭഗവാനേ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.